So in our last class, we discussed up to the SI units. Okay. Sri Lakshmi, can you hear me? Kindly respond to my class. Okay. So the SI units are classified into 7 types for length, mass, time, temperature, luminous intensity, quantity of matter, and current. Current. Okay. Next heading is in addition of this much of fundamental units. Okay, these are called fundamental units because it cannot be derived from any other units. ഇവരെ നമുക്ക് മറ്റൊരു യൂണിറ്റിൽ നിന്ന് derive ചെയ്യുവാൻ സാധിക്കുകയില്ല. So that are called fundamental unit. Besides this fundamental units, we have two supplementary units. It is called supplementary units. Supplementary units. അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. റേഡിയൻ കേട്ടിട്ടുണ്ടോ? റേഡിയൻ, ഡിഗ്രി റേഡിയൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഡിഗ്രി റേഡിയൻ. ഫസ്റ്റ് വൺ റേഡിയൻ. നമ്മൾ ഈ വർഷം മുതൽ അറിഞ്ഞിരിക്കണം. നമുക്ക് പ്രാക്ടിക്കലി അല്ലെ ഒരു ആംഗിളിന്റെ മെഷർമെന്റ് ഉണ്ടെങ്കിൽ ദിസ് റേഡിയൻ ഈസ് യൂസ്ഡ് ടു represent the unit of a plane angle. Plane angle means we have a circle like this. Okay, let's consider two lines joining from the center of the circle. Then this is the first line, this is the second line, then between this cycle there is an angle. ശരിയല്ലേ? ഇവിടെ നമുക്ക് എന്നാ കിട്ടും? Here we can represent an angle theta. Theta is a representation of any angle. Angle in +1 +2. Now here we start to represent the angle by theta. That we can say it is 90 degree, it is approximately 45 degree. Okay. Then that is the measurement of the angle in degree. DEGRE. So angle can be measured in degree. Now in mathematical problem and physics problem, we convert this unit degree to radian. ഡിഗ്രീനെ നമ്മൾ എങ്ങോട്ട് മാറ്റും? റേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ ഹൗ ക്യാൻ ബി കൺവേർട്ട് ദിസ്? ഓക്കെ, ഇഫ് മൈ ആംഗിൾ ഈസ് സംതിങ് x degree, then multiplied it by n pi. Sorry, if 1 radian is equal to, I will explain it. If 1 radian is equal to if 1 radian equal to 360 by 2 pi. Okay, here you listen. If you have an angle in degree, then you want to convert it to radian, then multiplied it with pi by 180. എന്നാ ചെയ്യണം? എക്സ് എന്ന് പറയുന്ന അല്ലെ ഒരു ആംഗിളിന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ 20 ഡിഗ്രിന്നോ 40 ഡിഗ്രിന്നോ വല്ലതും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്നാ ചെയ്യണം? റേഡിയനിലേക്ക് ആക്കാൻ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പൈ? എക്സ് ഇൻറ്റു 3.14 ഡിവൈഡഡ് ബൈ 180. നിങ്ങളുടെ കയ്യിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടോ? ഈ വർഷം വാങ്ങേണ്ട ഒരു സാധനമാണ് സയന്റിഫിക് കാൽക്കുലേറ്റർ. നിങ്ങളുടെ മൊബൈൽ ഉണ്ടോ? മൊബൈലിലും നമുക്ക് ഈ സാധനം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാവും. ഇതുണ്ടോ? മൊബൈലിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഇതാണ് സയന്റിഫിക് കാൽക്കുലേറ്റർ. അപ്പം ഇപ്പം നമുക്കൊരു എക്സ് എന്ന് പറയുന്നത് 20 ഡിഗ്രി ആണെന്ന് ഇരിക്കട്ടെ. ലെറ്റ് കൺസിഡർ എക്സ് ഈക്വൽ ടു 20 ഡിഗ്രി. അതിനെ ഞാൻ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ 20 ഇൻറ്റു 3.14 ഡിവൈഡഡ് ബൈ 180. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാവും? 20 ഇൻറ്റു 3.14. That is equal to 62.8 divided by
180. That is equal to 0.34. 0.3488. That is the value of degree or 20 degree in radian. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നമുക്ക് കാൽക്കുലേറ്ററിൽ തന്നെ സയന്റിഫിക് കാൽക്കുലേറ്റർ മേടിക്കുമ്പോൾ ഡിഗ്രി റേഡിയൻ എന്നൊക്കെ ഒരു വാല്യൂ ഉണ്ട്. റാഡ് 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്നാണെങ്കിലും ടീച്ചർമാർ പഠിപ്പിക്കും. നമുക്ക് ഈ വർഷം വാങ്ങേണ്ട ഒരു സാധനമാണ് എന്നാണ് സയന്റിഫിക് കാൽക്കുലേറ്റർ. അപ്പൊ നിങ്ങൾ അത് മേടിക്കുന്ന സമയമാകുമ്പോൾ എന്നോട് പറയണം കേട്ടോ. അതിനകത്ത് ഈ f(x) എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. അതിന് ഏകദേശം 750 രൂപ മുതൽ 1000 വരെ വിലയാകുന്ന സയന്റിഫിക് കാൽക്കുലേറ്റർ. അതിന്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ അതിനകത്ത് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ കുറെ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് പഠിക്കേണ്ട കാര്യം. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നു ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അത് നമ്മൾ പഠിച്ചു 7 എണ്ണം. Then now we are going to discussing supplementary units. Supplementary units are classified into 2. First one, radian. It is a measure of a plane angle. It is a measure of a plane angle. What is meant by plane? That is a 2-dimensional representation അല്ലേ. ഒരു 2-dimensional representation ആണെങ്കിൽ നമുക്ക് അതിനൊരു പ്ലെയിൻ എന്ന് വിളിക്കാം. ദാറ്റ് മീൻസ് അതിനൊരു നീളം ഉണ്ടായിരിക്കും, ഒരു വീതി ഉണ്ടായിരിക്കും. ഒരു പേപ്പറിൽ ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ ആ വട്ടത്തിൽ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ കൊണ്ട് ഇവിടുന്ന് ഡിഗ്രിയിൽ ഇങ്ങനെ അളന്നെടുക്കാം. ഇങ്ങനെ അളന്നെടുത്ത് എത്രയാണെന്ന് എടുക്കുന്നു, അതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ ഡിഗ്രീനെ നമുക്ക് റേഡിയനിലാക്കി മാറ്റാം. ഇനി ഇവിടെ ഒരു ചോദ്യം ചോദിക്കാറുള്ളത് ഡിഫൈൻ 1 റേഡിയൻ എന്ന് പറഞ്ഞൊരു ചോദ്യം വരും. അത് നേരത്തെ പഠിച്ച പോലെയല്ല, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡിഫൈൻ 1 റേഡിയൻ. 1 റേഡിയൻ എത്രയാണെന്നുള്ള ഡെഫിനിഷൻ. സോ 1 റേഡിയൻ എത്ര ഡിഗ്രി അല്ലെ? 1 റേഡിയൻ ഈസ് റെപ്രസെന്റഡ് ആസ് ഓർ ഇറ്റ്സ് വാല്യൂ ഈസ് 360 ഡിവൈഡഡ് ബൈ 2π. അപ്പൊ എത്രയാകും? 360 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14. ദാറ്റ് ഈസ് ഈക്വൽ ടു 57 ഡിഗ്രി 18 മിനിറ്റ്. വാട്ട് ഈസ് മിനിറ്റ്? ഇവിടെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ സ്പെക്ട്രം ഒരു ഇത് എടുക്കുവാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെയും 1 ഡിഗ്രി ആണ് വെക്കുക. ഓക്കെ, ഡിഗ്രി കണ്ടോ? ആദ്യം റെപ്രസെന്റ് ചെയ്തു. രണ്ടാമത്തതിന് ഞാനിപ്പം 1 ഡിഗ്രി ഇവിടം വരെയുണ്ട്, പിന്നെ ഒരു ഇച്ചിരി സാധനം കൂടെ ഉണ്ട്. ഇതാണ് അടുത്ത ഡിഗ്രിയുടെ വര. അപ്പം ഇതിപ്പോൾ 1 ഡിഗ്രി ആണെന്ന് നോക്കുക, ഇത് 2 ഡിഗ്രി ആണെന്ന് നോക്കുക, ഇത് 3 ഡിഗ്രി ആണെന്ന് നോക്കുക. ഇവിടം മുതൽ ഇവിടം വരെയുള്ള വാല്യൂ എത്രയാണെന്ന് എനിക്ക് അറിയണം. അപ്പൊ നോക്കിയാൽ ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് വാല്യൂം കൂടെ ഇല്ലേ? അപ്പൊ ഇങ്ങനെ 60 വരകളാണ് ഒരു ഡിഗ്രി. എത്ര വരെയാണ്? 60 മിനിറ്റ് ആണ്. അപ്പൊ നോക്കിയാൽ ഡിഗ്രീന് ഞാൻ ഇങ്ങനെ ഇട്ടു. ഇപ്പം 1 ഡിഗ്രി ആണ് 1 ഡിഗ്രി, 1 മിനിറ്റ്. സെക്കൻഡിനെ നമ്മൾ 2 വര കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. കണ്ടോ? ആദ്യം ഡിഗ്രീനായി പവറിന്റെ അവിടെ ഒരു 0, വി ക്യാൻ റെപ്രസെന്റഡ് ബൈ എ സൂപ്പർസ്ക്രിപ്റ്റ് 0. അപ്പം 1 ഡിഗ്രി ഇവിടെ ഇപ്പൊ ഒരു 5 മിനിറ്റ് ഉണ്ടെന്ന് വെക്കുക, 5 മിനിറ്റ്. ഇനി നമുക്കൊരു 60 സെക്കൻഡും ഉണ്ടെന്ന് വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇത് നോക്കി. 60 സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 സെക്കൻഡ് ചേർന്ന് തന്നെ ആകും 1 മിനിറ്റ് ആകും. 60 മിനിറ്റ് ചേർന്ന് എന്താകും? 1 ഡിഗ്രി. അപ്പൊ വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റി എഴുതാം, 1 ഡിഗ്രി 6 മിനിറ്റ്. കണ്ടോ എങ്ങനെയാണ് ഞാൻ എഴുതിയെന്ന് മനസ്സിലായോ? സോ ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ്. ഇൻ ആംഗിൾ മെഷർമെന്റ് നമ്മൾ ഇതുവരെയും സ്കൂളിൽ 45 ഡിഗ്രി ആംഗിൾ വരയ്ക്കാന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ആ കാലമൊക്കെ അങ്ങ് പോയി. ഇനി നമ്മൾ പറയുകയാണ് ഒരു വാല്യൂവിന് ചിലപ്പം ഡിഗ്രി ഉണ്ട്, മിനിറ്റ് ഇതുണ്ട്. ഈ വാല്യൂവിനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. ഇപ്പൊ 18 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 18 ഇൻറ്റു 60 അത്രയും സെക്കൻഡ് ആണ് 18 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് 60 മിനിറ്റ് ആയി നമുക്ക് എങ്ങോട്ട് എഴുതായിരുന്നു? അതിനെ 58 എന്ന് പറയുന്ന ഒരു വാല്യൂവിലേക്ക് എഴുതായിരുന്നു. ഓക്കെ, ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ 1 റേഡിയൻ. സോ 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 360 divided by 2π.
360 divided by 2 pi. That is equal to 360 divided by, കാൽക്കുലേറ്റർ കയ്യിലുണ്ടോ? ഒരു കാൽക്കുലേറ്റർ, സാധാരണ കാൽക്കുലേറ്റർ ആണെങ്കിൽ ഈ ചാപ്റ്റർ മുഴുവൻ പഠിക്കാൻ ആവശ്യമാണ് കേട്ടോ. ഒത്തിരി പ്രോബ്ലംസ് വരും. കാൽക്കുലേറ്റർ ഉണ്ടോ ആരുടെയും കയ്യിൽ? ഇപ്പൊ 360/2 എന്ന് പറയുന്നതാണ് 1 റേഡിയൻ. 1 റേഡിയൻ എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 57 ഡിഗ്രി 18 മിനിറ്റ്. ഓക്കെ, 57 ഡിഗ്രി 18 മിനിറ്റ്, ദാറ്റ് ഈസ് 1 റേഡിയൻ. പറഞ്ഞേ ലക്ഷ്മി, നമ്മളിപ്പോൾ ആദ്യം എന്നാ പഠിച്ചത്? Supplementary units. Supplementary unit is classified into 2. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫോർ പ്ലെയിൻ ആംഗിൾ, അതാണ് റേഡിയൻ. രണ്ടാമത്തെ പഠിപ്പിച്ചിട്ടില്ല. വാട്ട് ഈസ് എ റേഡിയൻ? It is measure of a plane angle. It is a measure of an angle in a plane. അല്ലേ? Plane. Not in 3-dimensional. Not in the case of a sphere. It is only case of a circle or a circle in a paper or in a plane or etc. like that. Okay. രണ്ടാമത്, ഇനി ഇത് വെച്ച് ഒത്തിരി ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അതിനോട് വേണ്ട ഒരു പ്രോബ്ലം, ഒരു സെക്ഷൻ ഞാൻ ഇപ്പോഴേ പഠിപ്പിച്ചേക്കാം. ഇവിടെ വരുന്നതാണ്, ഇവിടെ വരാതെയും വരാൻ ചോദ്യങ്ങൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്കിങ്ങനെ ഒരു ഇതുണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. If this is the one line that passes from the center of the circle, consider another line start from the center of circles, then there is a angle is formed between these two lines, that is theta. Okay, then this is the value of radius r. Okay, this is the center of the circle, then this is the radius. Okay, then this portion, this much of portion covering this angle is called arc. ഒരു സർക്കിളില് ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ആ ആംഗിൾ കവർ ചെയ്യുന്ന പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർക്ക്. അപ്പം ഇതാണ് അതിന്റെ ജനറൽ ഇക്വേഷൻ. തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഒത്തിരി സ്ഥലത്ത് പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യം വരും. മാത്തമാറ്റിക്സിലൊക്കെ പഠിപ്പിക്കും. ഞാൻ ഈ ഹെഡിങ് വരുന്നതായതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഈ ഹെഡിങ്ങിൽ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പം ഒരു തീറ്റ വാല്യൂ തന്നു കഴിഞ്ഞാൽ റേഡിയസ് കാണണം, അല്ലെ ഒരു ആർക്ക് കണ്ടുപിടിക്കണം, അല്ലെ ഒരു ആർക്ക് കണ്ടും റേഡിയസ് തന്നിട്ടുണ്ട് തീറ്റ കാണണം. വാട്ട് ഈസ് അവർ പർപ്പസ്? വി വാണ്ട് ടു സ്റ്റഡി ദിസ് ഇക്വേഷൻ. തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ എനി ടു ലൈൻ തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. പിന്നെ ഡെഫിനിഷൻ ഓഫ് 1 റേഡിയൻ. Definition of 1 radian is equal to 360 divided by 2 pi. 360 divided by 2 into 3.14. That is equal to 57 degree 18 minute. Clear? ഇനി നമ്മൾ ഒരു ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 3 രീതിയിലാണ്. ആദ്യം അത് എത്ര ഡിഗ്രി, രണ്ടാമത് അത് എത്ര മിനിറ്റ്, അതിനുശേഷം അതിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്ന് എഴുതണം. അപ്പൊ ഇവിടെ ഒരു 60 സെക്കൻഡിന് വന്നു കഴിഞ്ഞാൽ അതിനെ മിനിറ്റിലോട്ട് എഴുതാം. 60 മിനിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ദിസ് വൈ ആർ വി റെപ്രസെന്റിങ് ദ ആംഗിൾ വാല്യൂ ഓർ റേഡിയൻ, ദ ആംഗിൾ ഓഫ് എ പ്ലെയിൻ, ദ ആംഗിൾ ഓഫ് എ പ്ലെയിൻ ഷീറ്റ് ഓർ എ സർക്കിൾ. വാല്യൂ എല്ലാം കൃത്യമാണോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഓരോന്നും പഠിക്കുന്നത് തീർത്തേ പോകണം. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഇക്വേഷൻ എല്ലാം വന്ന് കൂടിക്കിടക്കൂല്ലേ. ആദ്യം പറഞ്ഞു ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, അതിനുശേഷം ഇപ്പൊ പറഞ്ഞു സപ്ലിമെന്ററി യൂണിറ്റ്സ്. സപ്ലിമെന്ററിലെ ഫസ്റ്റ് വൺ റേഡിയൻ. എഴുതിയെടുക്കാവോ? പെട്ടെന്നായിക്കോട്ടെ. കാർത്തിക് കേൾക്കാവോ? കാർത്തിനെ കാണത്തില്ല, ശ്രീലക്ഷ്മിനെ കാണത്തില്ല. ശ്രീലക്ഷ്മിക്ക് കേൾക്കാവോ?
This is the first supplementary unit, that is radian. Now we are going to discuss the second supplementary unit, that is in the case of a solid angle. What do you mean by solid angle? Let's consider a sphere. ഇപ്പൊ നോക്കിയേ, ഇങ്ങനെ ഒരു സ്പിയർ നമുക്കുണ്ടെന്ന് കൊടുക്കുക. അത് ശരിക്കും സ്പിയർ ഇവിടെ വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഇതൊരു സ്പിയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നട്ടെ കേട്ടോ. നീളവും വീതിയും എല്ലാം ഉള്ള, എല്ലാ വശമുള്ള ഒരു സ്പിയർ. മനസ്സിലായോ? ഇറ്റ് ഈസ് സിമിലർ ടു എ ഫുട്ബോൾ ഓർ ലൈക്ക് ദാറ്റ്. Then we have a center here. Here we have a center and we can draw a point from here. Also we can draw a point from here. Then we can cut a portion from the center of the solid material or the sphere. ശരിയല്ലേ? നമ്മളിപ്പം ഒരു ബോൾ എടുക്കുവാണെങ്കിൽ അതൊരു സോളിഡ് മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ഒരു തടിക്കട്ട കൊണ്ടുണ്ടാക്കിയ ബോൾ ആണെങ്കിൽ അതിനകത്ത് ഒരു ആംഗിൾ തുറക്കുമ്പം അതിൻ്റെ നടുക്കൂട്ട് ഇങ്ങനെ കൂമ്പി നിൽക്കും അല്ലേ? അത് വട്ടത്തിൽ വൃത്തായിരിക്കും. അതിനിങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മൾ ഈ കടലയൊക്കെ പൊതിയുന്ന പേപ്പർ പോലെ ഒരു കുറ്റി പോലെ നമുക്ക് ഊരിയെടുക്കാം. ശരിയല്ലേ? ആക്ച്വലി ദാറ്റ് ഈസ് എ സോളിഡ് ആംഗിൾ. ആദ്യം പഠിച്ചതിനായിരുന്നു ഒരു പ്ലെയിനെ ചുമ്മാ വരയ്ക്കുന്ന ആംഗിൾ. ദാറ്റ് ഈസ് പ്ലെയിൻ ആംഗിൾ, ദാറ്റ് ഈസ് measured in radian. Here it is called solid angle and that is measured in steradian. S-T-E-R-A-D-I-A-N. ESR എന്ന് എഴുതാറുണ്ട്. steradian. And what is the unit of what is meant by steradian? Steradian is the angle formed at the center of a sphere. ശരിയല്ലേ? If R is the radius. ഇവിടെ നോക്കിയേ, ഇതുപോലെ തന്നെ ഇവിടെ ഒരു സർക്കിളും ഇല്ലേ അല്ലേ? ഇവിടെ ഒരു റേഡിയസ് ആറും ഈ ചെറിയ സർക്കിളിന്റെ റേഡിയസ് വേണ്ട, തിരിച്ചെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വല്ല സംശയം തോന്നിയ ഇവിടെ ഉണ്ടായ ഈ പുതിയ സർക്കിളിന്റെ റേഡിയസ് ആറാന്നിരിക്കട്ടെ. അല്ലെങ്കിൽ തിരിച്ചെന്നെ എടുത്തു, സോറി, ഇതിനെ ക്യാപിറ്റൽ ആർന്ന് എടുത്തു. എന്നുമില്ല, റേഡിയസിന്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ സ്ക്വയറിന് ആനുപാതികമായിരിക്കും ദ ഏരിയ. ദ ഏരിയ ഓഫ് ദ സ്ക്വയർ കട്ട് ഫ്രം എ സോളിഡ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ റേഡിയസ് ഓഫ് ദ പോർഷൻ. ഏത് പോർഷനാണ് നമ്മൾ റിമൂവ് ചെയ്തത്, ആ റിമൂവ് ചെയ്ത പോർഷനിലേക്ക് വരുന്ന ഏരിയ, ദാറ്റ് ഈസ് ആർ സ്ക്വയർ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ശരിക്കും പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന പോലെ ആർ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എടുക്കും. അപ്പം നിങ്ങൾ ഇത്രയും കാര്യം ഓർത്താൽ മതി, രണ്ട് കാര്യം ഓർത്താൽ മതി. സോളിഡ് ആംഗിളിന്റെ കേസിൽ നമുക്കറിയാം, ഒരു സ്പിയറിന്റെ കേസിൽ നമ്മൾ വരയ്ക്കുന്നതാണ്, നമ്മളൊരു സ്പിയറിന്റെ കേസിൽ വരയ്ക്കുന്നതാണ് സോളിഡ് ആംഗിൾ. അതകത്തുനിന്ന് ഇങ്ങനെ എടുത്തു വരുന്ന ഒരു പോർഷനാണ്, ഒരു സോളിഡ് ആയിട്ടൊരു ആംഗിളാണ് കട്ട് ചെയ്ത് വരുന്നത്. അതിൻ്റെ പുറത്തു വരുന്ന ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. സംടൈംസ് ആക്ച്വലി ദിസ് റേഡിയസ് ഈസ് ദിസ് ആർ ഈസ് റെപ്രസെന്റഡ് ഹിയർ, ദ റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഈ ആർ സ്ക്വയർ അങ്ങനെ എഴുതണേ, സോറി, ഞാൻ ആർ എവിടെയാണെന്നുള്ള ശ്രദ്ധിച്ചു. ദ റേഡിയസ്, നമ്മൾ കട്ട് ചെയ്യുന്ന പോർഷന്റെ റേഡിയസിന്റെ സ്ക്വയർ ആയിരിക്കും the area of that portion and the unit is called steradian. ഇനി one steradian is a solid angle formed at the center of a sphere of radius r. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി ആയിട്ട് 1 മീറ്റർ എടുക്കാം അല്ലേ? 1 മീറ്റർ യൂണിറ്റ് ലെങ്ത് ഉള്ള റേഡിയസ് ഉള്ള ഒരു സർക്കിളില് ഫോം ചെയ്യുന്ന, ഈ പറയുന്ന പോലെ ഫോം ചെയ്ത ഒരു സോളിഡ് ആംഗിളിനെ നമുക്ക് 1 സ്റ്റെറിഡിയൻ എന്ന് വിളിക്കും.
So anyway, just leave it. Is very simple point. Fundamental units. After that, we have supplementary units. Supplementary is classified into two: plane angle and solid angle. Plane angle is measured in degree. Solid angle is measured in steradian. അതും കൂടെ നോട്ട് ചെയ്തേര്. Solid angle ഒരു പടം വരച്ച് എന്നാന്ന് എഴുതുക. That is measured in steradian. Derived units. ഞാൻ ആദ്യം 2-3 ഇക്വേഷൻ പഠിപ്പിക്കാം. a raised to m into a raised to n എത്രയായിരുന്നു? A raised to m plus n. m plus n. a raised to m by a raised to n എത്രയാണ്? A raised to m minus n. To n minus n. a raised to m all raised to n എത്രയാണ്? A raised to m into n. To m into n. a raised to 0 എത്രയാണ്? 1. My first question is that write the dimension of area. ഞാൻ ചെയ്തു കാണിക്കാം. ഏരിയ എന്ന് പറഞ്ഞാൽ എന്നാണ്? നീളം ഗുണം വീതി ഓർ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. Length is measured in L. Breadth is measured also in L. നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? L ഉണ്ട്, പിന്നെ M ഉണ്ട്, പിന്നെ T ഉണ്ട്. So L into L, so the dimension of area is equal to L square. ഇതൊക്കെ ചെറുത്. ഇങ്ങനെ ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം അവിടെയും തന്നു വെച്ചാൽ മൾട്ടിപ്പിൾ ടേബിൾ ജയിക്കാൻ വേണ്ടി ചോദിക്കും പരീക്ഷ. അല്ലെങ്കിൽ വർക്കും എനർജിയും ഒന്നാണെന്ന് പറയുന്ന ആർഗ്യുമെന്റിനോട് നിങ്ങൾ യോജിക്കുന്നു. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പറഞ്ഞു തരാം. രണ്ടാമത്തത് സെക്കൻഡ് വൺ വോളിയം ചെയ്തേ. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് വോളിയം? ഡയമെൻഷൻ ഓഫ് വോളിയം. വോളിയത്തിന്റെ ഇക്വേഷൻ എന്നാ? L cube. ലെങ്ത് ഇൻറ്റു എൽ ക്യൂ എന്നല്ലേ, ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ദെൻ എല്ലാം മെഷർ ചെയ്യുന്ന എൽ ആണ്. എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ, എൽ റേസ് ടു 1 പ്ലസ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു. എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ ദാറ്റ് ഈസ് ഈക്വൽ എൽ റേസ് ടു 1 ഇൻറ്റു എൽ റേസ് ടു 1 ഇൻറ്റു എൽ റേസ് ടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ക്യൂബ്. ശരിയല്ലേ? തേർഡ് വൺ ഡെൻസിറ്റി. What about the dimension of density? By volume. Mass by Volume. mass ന്റെ എന്നാ? M. M divided by വോളിയത്തിന്റെ എത്രയാ? L into B into L into L into B into L cube. L ക്യൂബ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? L താഴെയുള്ളത് മുകളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? M റേസ് ടു 1 അല്ല, M ഉണ്ട് അല്ല, ചുമ്മാ M. L റേസ് ടു -3. താഴെ കിടന്ന 3 മുകളിൽ ചെല്ലുമ്പം L റേസ് ടു -3. ചിലപ്പോൾ പരീക്ഷയ്ക്ക് 3 ടേമിൽ ഇങ്ങനെ വേണം എഴുതാം. M റേസ് ടു 1, L റേസ് ടു -3, T റേസ് ടു 0. സെയിം അല്ലേ? വെരി ഗുഡ്. ഇതാ ഞാൻ പറഞ്ഞു, ആ ഐഡിയ കിട്ടിയാൽ പിന്നെ എല്ലാം ശരിയാവും. ഫോർത്ത് വൺ വെലോസിറ്റി. ഫിഫ്ത്ത് വൺ സ്പീഡ്. സിക്സ്ത് വൺ ആക്സലറേഷൻ. ഇത്രയും നിങ്ങൾ ചെയ്തേ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് തെറ്റാണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? സ്പീഡ് അല്ലേ ഡിസ്റ്റൻസ് ബൈ ടൈം? ആ കാലം പോയിന്ന്. ഇനി എല്ലാം ശ്രദ്ധിക്കണം. വെലോസിറ്റി എന്ന് പറയുമ്പം ദാറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ. സ്പീഡ് ദാറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ദെൻ എന്നാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി, എന്നാണ് വെക്ടർ ക്വാണ്ടിറ്റി? In a scalar quantity, we only measure the magnitude. Magnitude മാത്രം.
5 മീറ്റർ ആണ്, 5 മീറ്റർ എന്ന് മാത്രം മെഷർ ചെയ്യും. വിസിറ്റ് എ വെക്ടർ ക്വാണ്ടിറ്റി, വി മെഷർ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. നമ്മൾ പറയാണ് പോസിറ്റീവ് എക്സ് ആക്സിലോട്ട് 5 മീറ്റർ പോയി, അല്ലെങ്കിൽ നമ്മൾ പറയും ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്, ദാറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ്. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഏതാണ്? L അല്ലേ, ബൈ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു L t raised to -1. സ്പീഡിന്റെയോ? ഡിസ്റ്റൻസ് ബൈ ടൈം, that is equal to again L by T, that is equal to L t raised to -1. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം, ഡയമെൻഷൻ വെച്ച് പറയുകയാണെങ്കിൽ വെലോസിറ്റിയും സ്പീഡും ഒന്ന് തന്നെയല്ലേ? ഡയമെൻഷണൽ യൂണിറ്റ് ഓഫ് വെലോസിറ്റി ഈസ് ഇക്വൽ സിമിലർ ടു ഡയമെൻഷണൽ യൂണിറ്റ് ഓഫ് സ്പീഡ്. അതുകൊണ്ടല്ലേ നമ്മൾ പറയണേ വെക്ടർ ക്വാണ്ടിറ്റി. ഇപ്പൊ നോക്കിയേ, ഇപ്പം ഇവിടെ 2 പോയിന്റ് ഉണ്ട്, എ മുതൽ ബി വരെ, എ ബി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ പോകുമ്പം അതതിൻ്റെ ഡിസ്റ്റൻസും ആവാം ഡിസ്പ്ലേസ്മെന്റും ആവാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അത് ഡിസ്പ്ലേസ്മെന്റ്. പക്ഷേ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ ഡയറക്ഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ക്വാണ്ടിറ്റിയിൽ ഒന്നിന് വ്യത്യാസവും ഇല്ല. സോ ഇറ്റ്സ് ഡയമെൻഷൻ ഈസ്, സോ വെലോസിറ്റി ആൻഡ് ഡിസ്റ്റൻസ് ഹാസ് സെയിം ഡയമെൻഷൻ. Then what is about acceleration? What about acceleration? Displacement by time. into time. Acceleration is equal to എന്നതാ? വെലോസിറ്റി ബൈ ടൈം. By time. വെലോസിറ്റി ബൈ ടൈം തെറ്റാണ് എഴുതിയേ. അപ്പൊ വെലോസിറ്റി എത്രയാണ്? തൊട്ട് മുമ്പ് നമുക്ക് കിട്ടി എത്രയാണ്? L t raised to -1 by t. കണ്ടോ, ഓരോന്ന് സ്റ്റെപ്പ് കഴിയുമ്പോൾ ഞാനത് ഓർഡറിൽ എഴുതാം. അപ്പൊ ടി മോളി വന്നു. അപ്പൊ L t raised to -1 into t raised to -1, that is equal to L t raised to -2. തെറ്റിയെങ്കിൽ ശരിയാക്കി എഴുതിയെടുത്തേ. അടുത്തത് ഫോഴ്സ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്നാ? F equal to നമ്മൾ പഠിച്ചാണല്ലോ കഴിഞ്ഞ വർഷം. F is equal to ma or mass into acceleration. മാസിന്റെ എത്രയാണ്? m. ആക്സലറേഷന്റെ വെലോസിറ്റി ബൈ ടൈം കണ്ടുപിടിച്ചത് കൊടുത്തു നോക്കുകയാണെങ്കിൽ L t raised to -2. സോ mL t raised to -2. ശരിയല്ലേ? നിങ്ങൾക്ക് ഒറ്റയടിക്ക് എഴുതാനുള്ള ഐഡിയ മനസ്സിലായോ? മാസ് ഇൻറ്റു ആക്സലറേഷന്റെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ഇത് ചെയ്തു വെച്ചിട്ടില്ലല്ലോ നമ്മൾ. അപ്പൊ ഫോഴ്സിന്റെ ചോദിക്കുമ്പോൾ മാസിന്റെ ചെയ്യണം, ആക്സലറേഷൻ ചെയ്യണം, രണ്ടും കൂടെ ചേർത്ത് എഴുതണം കേട്ടോ. ഓക്കെ, എന്നാ അടുത്തത് ഫോഴ്സുമായിട്ട് ചേർന്ന് വരുന്ന ഇക്വേഷൻ ആണ്. ഈ ഓർഡറിൽ നിങ്ങൾ ഇത് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. പ്രഷർ. പ്രഷറിന്റെ ഇക്വേഷൻ എന്നാ? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ എങ്ങനെയാകും? ഫോഴ്സിന്റെ mL t raised to -2 ഡിവൈഡഡ് ബൈ ഏരിയ L into L, L സ്ക്വയർ. അപ്പൊ എങ്ങനെയാകും? m L t raised to -2 മുകളിലേക്ക് ഒരു L raised to -2 പോകും. ഇവിടെ +1 ആണ്, -2 ആണ്. അപ്പൊ -1 ആകും. m L raised to -1 t raised to -2. കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇവിടെ 2 Lന്റെ ടേം ഉണ്ട്. ഇവിടെ L raised to 1 ഉണ്ട്, L raised to -2 ഉണ്ട്. A raised to m into A raised to n is A raised to m plus n. -2 plus 1, that is equal to -1. So L raised to -1. Clear? അടുത്തത് നിങ്ങൾ ചെയ്തേ 9.
വർക്കിന്റെ ഇക്വേഷൻ എന്നാ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ ബൈനൊന്നും പറയില്ല കേട്ടോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇത്രയാണ് ഇന്ന് തന്നെ പഠിക്കണം കേട്ടോ. എല്ലാ യൂണിറ്റും ഇങ്ങനെ ഡിറൈവ് ചെയ്ത് പേപ്പറിൽ എഴുതി എനിക്ക് അയച്ചു തന്നെ. ഫോഴ്സിന്റെ എന്നാണ് നമ്മൾ നേരത്തെ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. ഫോഴ്സിന്റെ അപ്പൊ അതുള്ള കാരണം നോക്കി എഴുതാം. mL(T⁻²) ഇൻറ്റു എൽ. 2L വരും. L⁻1 ഇൻറ്റു L⁻1 L². mL²T⁻². ഇവിടെ ഞാൻ ഇങ്ങനെ തന്നെ വേറൊരു കാര്യം ഇവിടെ പഠിപ്പിക്കട്ടെ. എനർജിയുടെ ഒരു ഇക്വേഷൻ പറഞ്ഞേ. വേണേ ഞാൻ കൈനറ്റിക് എനർജി എന്ന് പറയാം. കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്നാ? 12mv². അല്ലേ? ഹാഫ് ഒരു വാല്യൂ, അതിന് യൂണിറ്റ് ഇല്ല. പിന്നെ എമ്മിന് യൂണിറ്റ് മാസ് തന്നെ. വിയുടെ യൂണിറ്റ് തന്നെ ആയിരുന്നു വെലോസിറ്റി. L(T⁻⁻1). L(T⁻⁻1) v². അപ്പൊ അതിന്റെ ഹോൾ സ്ക്വയർ ആവും. അപ്പൊ എത്രയാവും? mL²T⁻². കണ്ടോ? അതെന്നാ പറയാൻ കാരണം എന്ന് വെച്ചാൽ നോക്കി, വർക്കിന്റെയും എനർജിയുടെയും നമുക്ക് എന്നാ കിട്ടി? ഒരേ വാല്യൂ കിട്ടി. സോ ഡയമെൻഷനില് വർക്കും എനർജി ഒന്ന് തന്നെയാണ്. അതായത് എനിക്ക് എത്ര എനർജി ഉണ്ടോ അതുകൊണ്ടാണ് എനിക്കൊരു വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്കിപ്പോൾ നിങ്ങൾ ഇടിച്ചിടണം, അല്ലെ തല്ലിയിടണം, ഒരു സാധനം തള്ളി മാറ്റണം, എന്തെങ്കിലും ചെയ്യണം. ദാറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ എനർജി ഓഫ് മൈസെൽഫ്. അല്ലെ, എന്നിൽ അടങ്ങിയിരിക്കുന്ന എനർജിനെയാണ് ഞാൻ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇൻ ഡയമെൻഷനലി ഓർ നമ്മൾ ഡയമെൻഷൻ എഴുതി ഡിറൈവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും the dimension of work and energy is same. Next, power. പവറിന്റെ അറിയാവോ? പവർ എങ്ങനെയാന്ന്? പവറൊക്കെ ഞാൻ പഠിപ്പിച്ച മറ്റേ 11. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. വർക്കിന്റെ ഏതാണ്? mL²T⁻² divided by T, that is equal to mL²T⁻² into T⁻⁻1, that is equal to mL²T⁻3. ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് കാര്യം? വളരെ എളുപ്പമല്ലേ? ഹലോ, ഡയമെൻഷൻ